ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പുതിയൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഐറ്റം നോക്കാം. ഫീസ് കളക്റ്റഡ് ഇൻക്ലൂഡിംഗ് ₹80,000 ഓൺ അക്കൗണ്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ 5,20,000. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം ഫീസ് കളക്റ്റഡ്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഫീസാണ്, അത് ഇൻകമാണ്, ഇൻകം സൈഡിൽ കാണിക്കണം. ഇൻക്ലൂഡിംഗ് ₹80,000 ഓൺ അക്കൗണ്ട് ഓഫ് പ്രീവിയസ് ഇയർ. അപ്പോൾ ഈ വർഷം നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് എത്രയാണ്? 5,20,000. അതിൽ 80,000 rupees കഴിഞ്ഞ വർഷത്തെയാണ്, അതാണ് ഈ വർഷം നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫീ ഇനത്തിൽ നമുക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്നത് 5,20,000 ആണ്. അതിൽ 80,000 rupees കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ ഈ വർഷത്തെ ഫീസ് എത്രയാണ്, അത് മാത്രമാണ് ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ 5,20,000 മൈനസ് 80,000 കാണിക്കുക. ഫീ അല്ലെങ്കിൽ ഫീസ് കളക്റ്റഡ് എന്ന് പറഞ്ഞ ഐറ്റത്തിൽ 5,20,000 കാണിക്കുക, ലെസ് ഈ 80,000 ലെസ് ചെയ്ത് കാണിക്കുക. അടുത്ത ഐറ്റം നോക്കുക. ഫീസ് ഫോർ ദ ഇയർ ഔട്ട്സ്റ്റാൻഡിങ്. ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഫീസ്, അതായത് ഈ വർഷം നമുക്ക് റിസീവ് ചെയ്യേണ്ട ഫീസ് എത്രയാണ്? 30,000. 30,000 രൂപ ഈ വർഷം നമുക്ക് കിട്ടാനുണ്ട്. അത് നമുക്ക് കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ അത് ഈ വർഷത്തെ ഫീസാണ്, ഈ വർഷത്തെ ഇൻകമാണ്. അപ്പോൾ അതും നമ്മൾ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ 30,000 rupees കാണിക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഐറ്റത്തിൻ്റെ കൂടെ 5,20,000 മൈനസ് 80,000 കഴിഞ്ഞ വർഷത്തെ ഫീസ് ലെസ് ചെയ്യുക. പിന്നെ ഈ വർഷം കിട്ടാനുള്ള ഫീസ് എത്രയാണ്? 30,000, അത് ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് 5,20,000 മൈനസ് 80,000 പ്ലസ് 30,000. ആ എമൗണ്ട് ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഇൻകം സൈഡിൽ കാണിക്കുക. നെക്സ്റ്റ് ഐറ്റം നോക്കാം. സാലറി പെയ്ഡ് ഇൻക്ലൂഡിംഗ് ₹5,000 ഓൺ അക്കൗണ്ട് ഓഫ് പ്രീവിയസ് ഇയർ. എമൗണ്ട് വന്നിരിക്കുന്നത് 68,000. സാലറി പേ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 68,000 ആണ്. അതിൽ 5,000 rupees ഓൺ അക്കൗണ്ട് ഓഫ് പ്രീവിയസ് ഇയർ. 5,000 രൂപ കഴിഞ്ഞ വർഷത്തെ സാലറി ആയിരുന്നു, അത് ഈ വർഷമാണ് പേ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സാലറിയാണ് ഈ 5,000, അത് ഈ വർഷം പേ ചെയ്തു. അപ്പോൾ മൊത്തം സാലറി നമ്മൾ ഈ വർഷം പേ ചെയ്തിരിക്കുന്നത് 68,000 ആണ്. അതിൽ 5,000 കഴിഞ്ഞ വർഷത്തെ. അപ്പോൾ ഈ വർഷത്തെ എത്രയായിരിക്കും സാലറി പേ ചെയ്തിരിക്കുന്നത്? 68,000 മൈനസ് 5,000. ഈ 68,000 അല്ലെങ്കിൽ 68,000-ൽ നിന്ന് 5,000 കുറച്ച് കാണിച്ചിട്ടുള്ള എമൗണ്ടാണ് ഈ വർഷത്തെ സാലറിയിൽ വരുന്നത്. അടുത്ത ഐറ്റം നോക്കാം. സാലറി ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഈ വർഷമുള്ള സാലറി ഔട്ട്സ്റ്റാൻഡിങ്. സാലറി എന്ന് പറയുന്ന ആ ഒരു എക്സ്പെൻസ് പേ ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണ്? 3,000. ഇനി 3,000 രൂപ കൂടി പേ ചെയ്യണം. ഈ വർഷം ആകെ പേ ചെയ്തിരിക്കുന്നത് 68,000 ആണ്. അതിൽ 5,000 കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ 68,000 മൈനസ് 5,000 ചെയ്യുക. അതിലേക്ക് ഈ 3,000 കൂടി ആഡ് ചെയ്ത് കാണിക്കുക. അതെന്തിനാണ്? അത് ഈ വർഷം പേ ചെയ്യാനുള്ള സാലറിയാണ്, അത് പേ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസ്, സാലറി ഇനത്തിലുള്ള എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഈ 68,000-ൽ നിന്ന് 5,000 രൂപ കുറയ്ക്കുക. അത് ഈ വർഷത്തെ സാലറിയാണ്. കഴിഞ്ഞ വർഷത്തെ സാലറി ആയിരുന്നു 5,000, അത് ഈ 68,000-ൽ നിന്ന് കുറയ്ക്കുക. പ്ലസ് ഈ വർഷം കൊടുക്കാനുള്ള എമൗണ്ടായ 3,000 കൂടി ആഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ അതാണ് സാലറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. 68,000 മൈനസ് 5,000 പ്ലസ് 3,000. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. നെക്സ്റ്റ് ഐറ്റം എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്. എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസും നമ്മളുടെ എക്സ്പെൻഡിച്ചറാണ്, എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. അതും റവന്യൂ നേച്ചറാണ്. നെക്സ്റ്റ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, മീറ്റിംഗ് എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്. ഇതെല്ലാം എന്താണ്? റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഇതെല്ലാം എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. നെക്സ്റ്റ് നോക്കാം. പർച്ചേസ് ഓഫ് ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസ് ഇൻക്ലൂഡിംഗ് 31,000 ഫോർ പർച്ചേസ് ഓഫ് ബുക്സ്. ഇവിടെ പർച്ചേസ് ഓഫ് ബുക്സ് എന്ന് പറയുന്നത് ലൈബ്രറി ബുക്സ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ് ഈ പർച്ചേസ് ഓഫ് ബുക്സ് എന്ന് പറയുന്നത്. പക്ഷേ പർച്ചേസ് ഓഫ് പീരിയോഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ മാഗസീൻസും പിന്നെന്താ വീക്ക്ലീസൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ റവന്യൂ നേച്ചറിലുള്ള ഒരു പേയ്മെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. റവന്യൂ പേയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് പർച്ചേസ് ഓഫ് പീരിയോഡിക്കൽസ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് പർച്ചേസ് ഓഫ് ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസ് എത്രയാണ് പേ ചെയ്തിരിക്കുന്നത്? 40,000 ആണ്. അതിൽ പർച്ചേസ് ഓഫ് ബുക്സിന് എത്ര അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? 31,000. ബാക്കി എമൗണ്ട് ആണ്
പീരിയോഡിക്കൽസ്, പർച്ചേസ് ഓഫ് പീരിയോഡിക്കൽസിന് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? ഈ 40,000 രൂപയാണ് ടോട്ടൽ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബുക്സിൻ്റെ, അതായത് ക്യാപിറ്റൽ പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് 31,000 ആണ്. അപ്പോൾ 40,000 മൈനസ് 31,000, ബാലൻസ് എത്രയാണ്? 9,000 ആണ് പർച്ചേസ് ഓഫ് പീരിയോഡിക്കൽസിൽ വരുന്നത്. അപ്പോൾ പർച്ചേസ് ഓഫ് ബുക്സ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണ്ട, പകരം പർച്ചേസ് ഓഫ് പീരിയോഡിക്കൽസ് മാത്രം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുക, അതും എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. എത്ര രൂപയായിരിക്കും കാണിക്കുന്നത്? 9,000 റുപ്പീസ് ആയിരിക്കും. അതെങ്ങനെയായിരിക്കും 9,000 വന്നേ? 40,000 മൈനസ് 31,000. അടുത്ത ഐറ്റം നോക്കാം, റെൻറ്റ്, പോസ്റ്റേജ്, ടെലിഗ്രാംസ് ആൻഡ് ടെലിഫോൺസ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. അപ്പോൾ ഇതെല്ലാം റവന്യൂ നേച്ചറിലുള്ള പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതെല്ലാം എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ നോക്കാം, ഡൊണേഷൻസ് റിസീവ്ഡ്. അത് നമ്മളുടെ ഇൻകമാണ്. ഡൊണേഷൻ ഒരു പേർപ്പസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നോർമലി ഡൊണേഷൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അത് ഇൻകം സൈഡിൽ കാണിക്കുക. എത്രയായിരിക്കും? 25,000. അപ്പോൾ ഇത്ര ഇതിൻ്റെ ആൻസർ പാർട്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് വരയ്ക്കുക, ഹെഡിങ് കൊടുക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. ഓക്കെ, ഇയർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഓക്കെ, ഫോമാറ്റിൽ എക്സ്പെൻഡിച്ചർ കൊടുക്കുക, ഇൻകം കോളം കൊടുക്കുക, അതിൽ ഓരോ എമൗണ്ട് കോളംസും കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇൻകം സൈഡ് നോക്കാം. ഫസ്റ്റ് ഐറ്റം കാണിച്ചിരിക്കുന്നത് നോക്കാം, ഫീസ് കളക്റ്റഡ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഫീസ് കളക്റ്റഡ് എത്രയായിരുന്നു? 5,20,000 ആയിരുന്നു. അതിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ഫീസ് ഡിഡക്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഈ വർഷം നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഫീസ് ആ 80,000 റുപ്പീസ് നമ്മൾ ലെസ് ചെയ്യുക. അതിൻ്റെ കൂടെ കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് ഈ വർഷം നമ്മൾ ഫീസ് ഇനത്തിൽ കളക്ട് ചെയ്യാനുള്ള എമൗണ്ട് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ വർഷത്തെ നമ്മളുടെ ഫീസ് ഇനത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻകം. എത്രയായിരിക്കും? 4,70,000. 5,20,000 നിന്ന് 8,000 ലെസ് ചെയ്യുക, 30,000 ആഡ് ചെയ്യുക. 4,70,000 ആണ് നമ്മൾ ഈ വർഷത്തെ ഫീസ് ഇനത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻകം. നെക്സ്റ്റ് നോക്കാം, ഡൊണേഷൻസ്. നമ്മൾ ലാസ്റ്റ് ഐറ്റം ഡിസ്കസ് ചെയ്ത ഡൊണേഷൻസ്, അത് നമ്മൾ ഇൻകം സൈഡിൽ കാണിക്കും. അപ്പോൾ ഇത്രയാണ് ഇൻകം സൈഡിൽ വരുന്ന ഐറ്റംസ്. നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നോക്കിയാൽ സാലറീസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ എമൗണ്ട് 68,000, അത് ഇന്നർ കോളത്തിൽ കാണിക്കുക. ലെസ് പ്രീവിയസ് ഇയേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ്, കഴിഞ്ഞ വർഷം നമ്മൾ പേ ചെയ്യാനുള്ള കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നമ്മൾ ഈ വർഷം പേ ചെയ്തു 5,000 രൂപ. അത് ആ എമൗണ്ട് ലെസ് ചെയ്ത് കാണിക്കുക. 68,000 മൈനസ് 5,000. അതിൻ്റെ കൂടെ ഈ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട്, അതായത് ഈ വർഷം പേ ചെയ്യാനുള്ള സാലറി ഇനത്തിൽ നമ്മൾ പേ ചെയ്യാനുള്ള എമൗണ്ട് ആഡ് ചെയ്യുക. എത്രയാണ്? 3,000. അപ്പോൾ 68,000 മൈനസ് 5,000 പ്ലസ് 3,000, 66,000 ആണ് സാലറി ഇനത്തിൽ നമുക്ക് ഈ വർഷം വരുന്ന എക്സ്പെൻസ്. അടുത്ത് നോക്കാം, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്. അടുത്ത് നോക്കിയാൽ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, അത് നമ്മൾ 8,000 കാണിക്കുക. ടൂർണമെൻറ്റ് എക്സ്പെൻസ്, മീറ്റിംഗ് എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ഇതെല്ലാം റവന്യൂ നേച്ചറിൽ വരുന്ന എക്സ്പെൻസസ് ആണ്, എല്ലാം എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. നെക്സ്റ്റ് നോക്കിയാൽ പർച്ചേസ് ഓഫ് പീരിയോഡിക്കൽസ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ബുക്സിൻ്റെ പർച്ചേസ് ഓഫ് ബുക്സ് എന്ന് പറയുന്ന ഐറ്റം അല്ലെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ആ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുക. കാരണം പർച്ചേസ് ഓഫ് ബുക്സ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ പർച്ചേസ് ഓഫ് പീരിയോഡിക്കൽസ് മാത്രം ഇതിൽ കാണിച്ചാൽ മതി. പർച്ചേസ് ഓഫ് പീരിയോഡിക്കൽസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ? ആ 40,000 എമൗണ്ടിൽ നിന്ന് പർച്ചേസ് ഓഫ് ബുക്സിൻ്റെ എമൗണ്ട് ലെസ് ചെയ്യുക, ബാക്കിയുള്ള എമൗണ്ട് ആണ് പർച്ചേസ് ഓഫ് പീരിയോഡിക്കൽസ്. അത് 9,000 കാണിക്കുക, ലെസ് ചെയ്തിട്ടുള്ള 9,000 കാണിക്കുക. നെക്സ്റ്റ് വരുന്ന ഐറ്റംസ് നോക്കാം. പോസ്റ്റേജ്, ടെലിഗ്രാം ആൻഡ് ടെലിഫോൺ 6,000 കാണിക്കുക. റെൻറ്റ് 15,000, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 18,000. അപ്പോൾ ഇത്രയും ഐറ്റംസ് കാണിക്കുക. നോർമലി എമൗണ്ട് തന്നിട്ടുണ്ട്, അത് ആ എമൗണ്ട് സെയിം എമൗണ്ട് കാണിക്കുക, അതിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഇൻകം സൈഡും ടോട്ടൽ ചെയ്യണം, എക്സ്പെൻസ് സൈഡും ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ഏത് സൈഡാണ് എക്സസ് നോക്കുക. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡിഫറൻസ് കാണുക, എന്നിട്ട് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റിൻ്റെ ആൻസർ പാർട്ടിലേക്ക് നോക്കുക. ഇൻകം സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യുക, എക്സ്പെൻഡിച്ചർ സൈഡിലും ടോട്ടൽ ചെയ്യുക. അപ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,72,000. ഇൻകം സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4,95,000. അപ്പോൾ ഇവിടെ ഇൻകം സൈഡാണ് കൂടുതൽ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സർപ്ലസ് ആയിരിക്കും. അപ്പോൾ സർപ്ലസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എത്ര വരും? 4,95,000 മൈനസ് 1,72,000. നമുക്ക് കിട്ടുന്ന സർപ്ലസ് എന്ന് പറയുന്നത് 3,23,000. ഓക്കെ, നമുക്ക് കിട്ടുന്ന സർപ്ലസ് എമൗണ്ട് നോക്കാം. 3,23,000. അപ്പോൾ ഫോമാറ്റ് വരച്ച് ഐറ്റംസ് ഒക്കെ എഴുതി സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്യാം, എന്നിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം.